അകലകുന്നം ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ കാലഘട്ടം നൂതനങ്ങളായ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി പദ്ധതികൾക്കാണ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നടപ്പാക്കിയത്. അത് കുട്ടികൾക്കായിക്കോട്ടെ, കാർഷിക മേഖലയ്ക്കായിക്കോട്ടെ, വനിതകൾക്കും യുവജനങ്ങൾക്കും അതിലുപരി വയോജനങ്ങൾക്കൊക്കെയായിട്ട് നിരവധികൾ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം ജൂൺ 26 ഉണ്ടായി കരുതൽ 2025 ആൻറ്റി ഡ്രഗ്സ് കോൺക്ലേവ് എന്ന പേരിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മേലധ്യക്ഷന്മാരുടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വേറിട്ട സംവാദ പരിപാടിയാണ് ഇന്ന് സംഘടിപ്പിച്ചത്. നിയമപരമായ കാര്യങ്ങളെപ്പറ്റി പള്ളിക്കത്തോട് SHOയും എൻഫോഴ്സ്മെൻറ്റ് കാര്യങ്ങളെപ്പറ്റി എക്സൈസ് ഉദ്യോഗസ്ഥരും അതിലുപരി ആരോഗ്യ വിഷയങ്ങളെപ്പറ്റി പാമ്പാടി താലൂക്ക് മെഡിക്കൽ ഓഫീസറും സാമൂഹികമായി ഇടപെടൽ വിഷയങ്ങളെപ്പറ്റി സ്കൂൾ മാനേജറും അതിലുപരി ഇന്ന് വനിതകളും കുട്ടികളും നേരിടുന്ന വിഷയങ്ങളെപ്പറ്റി CDPOയും അതോടൊപ്പം തന്നെ ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വിഷയങ്ങളെപ്പറ്റി ഉപജില്ല AEOയും മാനസികമായുള്ള പ്രശ്നങ്ങളെപ്പറ്റി കൗൺസിലും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവാദ പരിപാടി രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഉള്ള സമയത്ത് അവരുടെ അവതരണവും അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിവിധങ്ങളായ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവാദ പരിപാടിയാണ് പഞ്ചായത്ത് ഇന്ന് നടപ്പാക്കിയത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരി വിരുദ്ധമായ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു മാതൃകാ പദ്ധതി എന്ന നിലയിൽ ജില്ലാതലത്തിൽ തന്നെ ഒരു വേറിട്ട പദ്ധതിയാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചു. അതിന് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒന്നാകി അതിലുപരി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പഞ്ചായത്ത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യ സഹകരണം അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളുടെയും പങ്കാളിത്തവും അതിലുപരി തെക്കുംതല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റക്കര പോളിടെക്നിക്കിലെ കുട്ടികൾ അതോടൊപ്പം തന്നെ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ പഞ്ചായത്തിലെ മറ്റുള്ള ഹരിതകർമ്മ പ്രസ്ഥാന തൊഴിലുറപ്പ് അംഗൻവാടി ആശാ വർക്കർ അതിലുപരി അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആളുകളുടെ പങ്കാളിത്തം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേറിട്ട പദ്ധതിയാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ പഞ്ചായത്ത് ഇതുപോലെയുള്ള വേറിട്ട പദ്ധതി നടപ്പാക്കി ലഹരി പരിപൂർണമായി അകലക്കുന്ന പഞ്ചായത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പദ്ധതിയുമായി പോകാൻ ഈ അവസരം വിനിയോഗിക്കാൻ അതിന് സഹകരിച്ച മുഴുവൻ ആളുകളെ ഈ അവസരത്തിൽ അനുമോദിക്കാനോട് ഈ അവസരം വിനിയോഗിക്കുന്നു. പോലീസുകാർ മദ്യം ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവർക്കെതിരെ ശിക്ഷിക്കപ്പെടുന്നില്ലല്ലോ എന്തുകൊണ്ട്? ഈ മദ്യം ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നവരെ ശിക്ഷിക്കപ്പെടുമെന്ന്. പക്ഷെ സർക്കാർ തന്നെ എത്രയോ ബ്രേജ് ഷോപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് നിരോധിക്കുന്നില്ല? ലഹരി സപ്ലൈ ചെയ്യുന്നവരെ പോലീസും എക്സൈസും ഒക്കെ പിടിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ലഹരി ഉണ്ടാക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യാത്തത്?